ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയും 18 വയസ്സ് തികഞ്ഞതുമായ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ലഭിക്കാവുന്ന ഏറ്റവും കിടിലൻ പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത്. ഈ ഒരു ജോലി ഗവൺമെൻറ് ജോലികളിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ജോലി എന്നാണ് കണക്കാക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സാലറി സ്കെയിലും അതേപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകളുമാണ് ഈ ജോലിയെ അത്രത്തോളം മഹത്തരമാക്കുന്നത്. ഈ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 057/2021 ആണ്. 2021 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് എക്സാം നടന്നത് പിറ്റേ വർഷമാണ്. അതായത് 2022 വീണ്ടും എന്ത് ചെയ്യുന്നത് എക്സാം വരുന്നത്. അത് നമുക്കറിയാം, എക്സാം എന്ന് പറയുന്നത് 2 സ്റ്റേജിലാണ് ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിംസ് ആണ്. ആ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻസ് വരുന്നത്. അപ്പോൾ പ്രിലിംസിൽ ക്വാളിഫൈ ആയ ഉദ്യോഗാർത്ഥികളാണ് അടുത്ത സെഷനായിട്ടുള്ള മെയിൻസിലേക്ക് വരുന്നത്. ഓക്കെ, 2 എക്സാമും നിങ്ങൾ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ഡിഗ്രി പ്രിലിംസ് കട്ട് ഓഫ് എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47.56. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, അങ്ങനെ കുറേ തസ്തികകളിലേക്കുള്ള നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കൂട്ടത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് പല കട്ട് ഓഫുകളാണ് അതിൻ്റെ അകത്ത് വന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനായിരുന്നു. 47.56 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏകദേശം 11,206 പേരാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടത്. മെയിൻസ് ആണെങ്കിൽ അതിനുശേഷമാണ് പിന്നീട് മെയിൻസ് വന്നത്. 11,206 പേര് ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻസിൽ വന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2,205 പേരാണ് മെയിൻസിൽ വന്നത്. അതായത് 43.67 ആണ് ശരിക്കും എന്ത് വന്നത് മെയിൻസിന് വന്ന ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത്. റിസൾട്ട് 2023 വന്നത്. റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് 2023 മുതൽ 2026 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2021 നോട്ടിഫിക്കേഷൻ വന്നു, 2022 എക്സാം വന്നു, 2023 എന്ത് വന്നു, നമ്മുടെ റിസൾട്ടും വന്നു, അത് പബ്ലിഷ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മകളെ ഈ പ്രാവശ്യം അതായത് 2024 എന്ത് ചെയ്യണം, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരണം, 2025 എക്സാം വരണം, 2026 എന്ത് ചെയ്യണം, ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. കാരണം ഏപ്രിലിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി നിലവിൽ തീരുകയാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അടുത്ത ലിസ്റ്റ് അവിടെ കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ എക്സാം വരും എന്നുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ എക്സാം ഇത്രയും പേര് എഴുതി, 2,205 പേര് എന്തിൽ വന്നു, മെയിൻസിൽ വന്നു. അപ്പോൾ ഈ ഒരു എക്സാമിന് മെയിൻസിൽ വന്ന 2,205 പേരിൽ നിന്ന് നിലവിൽ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ആ എക്സാമിൻ്റെ എല്ലാ പ്രൊസീജിയറും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട്. അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റോട് കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഈ ഒരു പോസ്റ്റ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ LDC ആണെങ്കിലും LGS ആണെങ്കിലും അങ്ങനെ ഒത്തിരി എക്സാമുകളുണ്ട്. പക്ഷെ ആ ഒരു എക്സാമിന് വരുന്ന ഒരു കോമ്പറ്റീഷൻ അല്ല ശരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ബാച്ചിന് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയും അതേപോലെ തന്നെ എന്താണ് നിലവിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളല്ല ഇതിൽ എക്സാമിന് വേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് സിവിൽ സർവീസ്, KS ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അടുത്താണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ടഫായിട്ടുള്ള ഒരു എക്സാം കൂടി തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത്. വെറുതെ നമ്മൾ പോയി ചാടി കയറി എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ലെവലിലേക്കൊന്നും പെർഫോം ചെയ്ത് എത്താനായിട്ട് പറ്റത്തില്ല. കാരണം അത്രത്തോളം എന്തുണ്ട് ഡെപ്തിലേക്ക്. കാരണം ഈ പറയുന്ന നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു LDC ആണെങ്കിലും അതേപോലെ തന്നെ LGSനൊക്കെ ആണെങ്കിലും SCRT NCRT എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒന്നും വലുതായിട്ടൊരു ഡെപ്തിലേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, PSC പോയിട്ടില്ല. പക്ഷേ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ
അത് എത്രത്തോളം ഡെപ്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രിലിംസ്, അതായത് ഡിഗ്രി പ്രിലിംസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥി ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് എന്ന് ചോദിക്കാം. അതായത് ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ലെവൽ കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ 2024 നമുക്ക് നോക്കാം. അതായത് ജനറൽ നോളജ്, അതായത് നമ്മുടെ ഹിസ്റ്ററി 10 മാർക്കാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് 10 മാർക്കാണ് അതിൽ വരുന്നത്. ജോഗ്രഫി ആണെങ്കിൽ 5 മാർക്കാണ്, എക്കണോമിക്സും 5 മാർക്കാണ്, സിവിക്സ് 5 മാർക്ക്, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്കാണ്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സും കയറി വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കാണ്. അടിപൊളിയായിട്ട് അത് എന്ത് ചെയ്തോളണം, പഠിച്ച് സെറ്റ് ആയിക്കൊള്ളണം. അടുത്തത് ബേസിക് കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്കാണ്. അതായത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം എന്ത് ചെയ്യണം, നമ്മൾ സെറ്റായിട്ട് തന്നെ പഠിച്ചു പോകണം. അതായത് ഓരോ ദിവസം എടുക്കുന്ന ഓരോ പഠനത്തിലും എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് റിവിഷനും അതിൻ്റെ കൂടെ തന്നെ പോകേണ്ട അവസ്ഥയാണ് എന്തിൻ്റെ, ഈ പറയുന്ന സെക്രട്ടറി ടെസ്റ്റിൻ്റെ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി. അടുത്തത് ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, അതേപോലെ തന്നെ മലയാളത്തിന് നമുക്ക് വരുന്നത് റീജിയണൽ ലാംഗ്വേജ് മലയാളം 10 മാർക്കാണ്. അങ്ങനെ നിങ്ങൾ നോക്കിയേ, കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ എത്രയാണ്, 50 മാർക്കാണ് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യേണ്ടത്. 20 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അതേപോലെ ഇംഗ്ലീഷിന് 20 മാർക്ക്, 10 മാർക്ക് മലയാളം. മക്കളെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന 20, 20, 10 50 മാർക്കിൽ 35+ അല്ലെങ്കിൽ ഒരു 30 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റിയെങ്കിൽ മാത്രമാണ് ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല 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 എന്താണ് കോഴ്സുകളും, അതേപോലെ തന്നെ എന്താണ് പല പല എന്താണ് ഈ പറയുന്ന കോഴ്സുകൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടേണ്ട ഈ ഒരു ടോപ്പിക്ക് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം എഴുതുമ്പോൾ ഏതൊരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും ചെയ്യേണ്ട കാര്യം, അതായത് ഒരു പെയ്ഡ് കോഴ്സാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു എക്സാമിന് സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു കോഴ്സ്, നിങ്ങൾ ഏത് കോഴ്സ് വേണം, എല്ലാ കോഴ്സുകളും നല്ലതാണ്, എല്ലാ ആപ്ലിക്കേഷനുകളും എല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ആൻസർ ചെയ്യുക. എത്ര മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് സ്കോർ ചെയ്യേണ്ടതെന്നുള്ളത്, എന്നാണോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ദിവസം, അതേപോലെ എന്നാണോ ഈ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്ത ദിവസം, അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡേറ്റ് വെച്ച് ടൈം വെച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് അവിടെ എഴുതി വയ്ക്കുക. അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിങ്ങൾ എത്ര റൈറ്റ് ആൻസർ ചെയ്തു, രണ്ടാമത്തെ നിങ്ങൾ എത്ര മൈനസ് അവിടെ വരുത്തി, മൂന്നാമത്തെ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി വച്ചിട്ട് വേണം നിങ്ങൾ ഏത് കോഴ്സും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതിക്കോ കോർ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എത്രയാണെന്നുള്ളതും കൂടി സെപ്പറേറ്റ് എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരു 1 മന്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം അതിലേക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ അതിലേക്ക് എഫേർട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ നോക്കുക എത്ര മാർക്ക് അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. അതായത് ഒരിക്കലും ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തന്നെ ഈ പറയുന്ന പേഴ്സണൽ മെൻറ്റർ ആണെങ്കിലും, അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന അധ്യാപകരാണെങ്കിലും അവരുടെ അടുത്ത് ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് കാശ് കൊടുത്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഒരു നാണം വിചാരിക്കേണ്ട. എന്താണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന് എന്ത് ചോദിക്കും, അല്ലെങ്കിൽ സാർ എന്ത് പറയും, അങ്ങനെയുള്ള ഒരു പ്രശ്നവും വേണ്ട. ധൈര്യമായിട്ട് ചോദിക്കാം, സാർ എനിക്ക് ഈ പോർഷൻ മനസ്സിലായിട്ടില്ല, എനിക്കിത് ക്ലിയർ ചെയ്ത് തരണം, ഞാൻ എന്താണ് എന്നുള്ളത്. അതായത് നിങ്ങൾ ഏത് ക്ലാസ്സിൽ ചോദിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിൽ ചേരുമ്പോഴാണെങ്കിലും പറയേണ്ട ഒരു കാര്യവും അത് തന്നെയാണ്. അതായത് എനിക്ക് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ ഞാനിത് ഈ പറയുന്ന എനിക്കത് ക്ലിയർ ചെയ്ത് തരണം. അത് പേഴ്സണൽ മെൻറ്റർ ആയിക്കോട്ടെ, സാർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഓരോ എക്സാം, അതായത് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മെൻറ്ററോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന
പഠിപ്പിക്കുന്ന ആളോ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പ്രഹസനങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറെ ഇപ്പൊ തന്നെ LDC ഒക്കെ ഫുൾ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത ആളുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അടുത്തൊരു ഡിഗ്രി ലെവൽ ബാച്ചിന് ജോയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾ തന്നെ പറ, എത്ര പേര് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടിയെന്നുള്ളത്, അല്ലെങ്കിൽ അയച്ച മെസ്സേജുകൾക്ക് എത്രയൊക്കെ റിപ്ലൈ വന്നു എന്നുള്ളത്. അപ്പോൾ കാരണം ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. ഒരെണ്ണം പോലും ഞാൻ ഇന്ന് വരെ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. അതിപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റത്ത് നമ്മൾ ചെയ്യാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിൽ വേണമെങ്കിലും ചെയ്തോ, അതിലൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ പറഞ്ഞ് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഇത് എന്ത് ചെയ്യാൻ, ഓരോ ബാച്ചിലും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. കാരണം എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നതാണ് പേഴ്സണൽ മെൻറ്റർ, അതേപോലെ തന്നെ 24 hours ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പിക്കിലേക്ക് ഒന്ന് പോയാലോ, സിലബസ് എന്താണെന്നുള്ളത്. ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 10 മാർക്സ് ആണ് വരുന്നത്. നമ്മുടെ സെയിം ടോപ്പിക്സ് തന്നെ, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് എല്ലാം സെയിം ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആകപ്പാടെ നമുക്കിവിടെ ഈ പറയുന്ന ഹിസ്റ്ററിയിൽ LDCനെ അപേക്ഷിച്ച് കയറി വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത്രയും കാര്യങ്ങളുടെ അടുത്ത് മിഡീവൽ ഇന്ത്യ ആണ് നമുക്ക് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഏതിൽ വരുന്നത്, ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്നും ചോദിക്കുന്നതാണ് ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ റെവല്യൂഷൻ, അതേപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO, അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിൻ്റെയും അടിയിൽ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടു റെലവൻറ്റ് ടോപ്പിക് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കുമ്പോഴും അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, ഇപ്പം നമ്മൾ തന്നെ സീരീസ് ആയിട്ടാണ് ചെയ്തേക്കണം. ഓരോ മന്ത്ലിയും ഉള്ള കറണ്ട് അഫെയർസ്, ഓരോ സ്റ്റേറ്റിൻ്റെ കറണ്ട് അഫെയർസ്, ഓരോ ഡിസ്ട്രിക്ട് വൈസ് കറണ്ട് അഫെയർസ്, അതേപോലെ തന്നെ പുരസ്കാരങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ കിടിലമായിട്ട് തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ജോഗ്രഫിയിൽ 5 മാർക്കാണ്, സെയിം ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ കേരളത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യ, ബേസിക് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. അതിൻ്റെ അടിയിലും എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടു റെലവൻറ്റ് ടോപ്പിക്. ഓക്കെ, അതിനുശേഷം എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്നും PSCക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ഉള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് എക്കണോമിക്സിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് 5 ഇയർ പ്ലാനും അതേപോലെ തന്നെ നീതി ആയോഗുമാണ്. അതെന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പഠിച്ചു വച്ചേക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ റിലേറ്റഡ് ടു റെലവൻറ്റ് ടോപ്പിക്. സിവിക്സ് നോക്കണം, പബ്ലിക്സ് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, അതേപോലെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, അത്രയൊക്കെ ഒന്ന് നോക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക. അതേപോലെ തന്നെ ആർട്സ്, അതേപോലെ തന്നെ ലിറ്ററേച്ചർ, കറണ്ട് അഫെയർസ്. ഇതിൻ്റെ അകത്ത് കറണ്ട് അഫെയർസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കല പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുക. കായികത്തിൻ്റെ, സ്പോർട്സിൻ്റെ അകത്ത് അത്യാവശ്യം കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, പാരാലിമ്പിക്സ്, അതേപോലെ തന്നെ ഒളിമ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വ്യക്തമായി നോക്കുക. ഏഷ്യൻ ഗെയിംസും ഒന്ന് നോക്കി പോകണം. സാഹിത്യത്തിൽ പ്രധാനപ്പെട്ട എഴുത്തുകാർ ഇന്ന് ട്രെൻഡിങ് ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിലവിൽ. നമ്മുടെ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റാപ്പിഡ് റിവിഷനിലും അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വീണ്ടും മെസ്സേജ് അയച്ചിട്ടാണല്ലോ. എനിക്ക് തീരെ വയ്യ, പനിയാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി സംസ്കാരം അത് നോക്കുക. കമ്പ്യൂട്ടർ സയൻസ് നോക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് ലോസ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം പക്ക സ്ട്രക്ചേർഡ് ആയിട്ടാണ് PSC കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സിലബസിൽ നിന്ന് ഇങ്ങനെ തന്നെ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ 5 മാർക്ക് കമ്പ്യൂട്ടർ സയൻസ് മസ്റ്റാണ് ചോദിച്ചിരിക്കും. ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്.
ഏതൊക്കെയാണോ തന്നിരിക്കുന്ന ടോപ്പിക്ക്, ആ ടോപ്പിക്കിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, വന്നിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ 1-2 വരെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, തീർച്ചയായിട്ടും അതും പഠിച്ചിരിക്കുക സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ മാനസിക ശേഷി മെന്റൽ എബിലിറ്റിക്കും 10 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് വരുന്ന ഇംഗ്ലീഷ് ഗ്രാമർ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമർ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വൊക്കാബുലറി വൺ എന്താണ് സെറ്റപ്പാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗുലർ, പ്ലൂറൽ, അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വെർബ്. ഓരോ ദിവസവും ഇരുന്ന് പഠിക്കുന്ന ആ ഒരു ഭാഗത്ത് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങളാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇതിൽ നിന്നും ഓരോ ടോപ്പിക്സ്, ഇപ്പോൾ നമ്മൾ എന്താണ് നിലവിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വൊക്കാബുലറിയിൽ നിന്ന് ഒരു ടോപ്പിക്സ് അങ്ങ് എടുത്തോളണം. ഓക്കെ, അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ടോപ്പിക്സ് ഒരു 10 അങ്ങ് എടുത്തോ, കോമ്പൗണ്ട് വേർഡ്സ് ഒരു 10 എടുത്തോ, സിനോണിംസ് 10, അന്റോണിംസ് 10, ഫ്രേസൽ വെർബ് 10, ഫോറിൻ വേർഡ്സ് 10, അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒരു 10 വെച്ച് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഈ പറയുന്ന ആ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു 3 ടൈംസ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഉള്ള ദിവസങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആൻഡ് അനലൈസ് ആയിരിക്കും. അതാണ് വേണ്ടത് പഠനത്തിൽ. ഓക്കെ, അടുത്ത പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, പര്യായം, വിപരീതം, സ്ത്രീലിംഗം, പുല്ലിംഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ആക്ച്വലി ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 5 മാർക്ക് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 5 മാർക്ക് ചോദിക്കും. 10 എന്ന് പറഞ്ഞാൽ 10, അതിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കും. അങ്ങനെയാണ് PSC ഡിഗ്രി ലെവൽ എക്സാംസുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ജോബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജോബിനെ അത്രത്തോളം എന്താണ് ഉദ്യോഗാർത്ഥികളിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ സാലറി സ്കെയിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇത്രയും സ്ഥലങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരുമെന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. നിലവിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലി നോക്കാം. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, AGS ഓഫീസ് എറണാകുളത്തുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ജോലിക്ക് കയറാം. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് ദ വില്ലേജ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, ജോലിക്ക് വേണ്ടി എന്താണ് നമുക്ക് പോവാം. പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന തലസ്ഥാനത്ത് തന്നെ നമുക്ക് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അതാണ് പവർ എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലും എന്ത് ചെയ്യാം, സെക്രട്ടേറിയറ്റിലും നിങ്ങൾക്ക് ജോലിക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നുള്ളതാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,800 to 59,400 ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. ഏകദേശം ഒരു 600, 650, 700 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് വേക്കൻസീസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് എന്താണ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 to 36. ഇനി ഒരു കാര്യം എപ്പോഴും ചോദിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ, അതായത് OBC കാറ്റഗറി ആണെങ്കിൽ ഇതിൽ നിന്ന് +3, അതായത് 39 വയസ്സ് വരെ ഉള്ളവർക്ക് OBC കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് എന്താണ് വീണ്ടും ഒരു 2 വർഷം കൂടി, അങ്ങനെ 41 വയസ്സ് വരെ അവർക്കും എന്ത് ചെയ്യാം, നിലവിൽ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒരു ഉദ്യോഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതൊരു സ്വപ്ന ജോലിയായി നമ്മൾ മാറ്റുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഈ ഒരു എക്സാമിൻ്റെ, അതായത് പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ സെലക്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും രണ്ടുമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷും, അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് മലയാളം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. എല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ, അതായത് എങ്ങനെയാണോ ഒരു UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ
ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എന്താണ് ഓപ്ഷനുകൾ വായിച്ചതിന് ശേഷം കൺഫ്യൂഷനായി എന്ത് ചെയ്യും, നമ്മുടെ എന്താണ് റിലേ പോയി അവസാനം ഏതെങ്കിലുമൊക്കെ പോയി കറപ്പിക്കും. അതുകൊണ്ടാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 43ലേക്കും മെയിൻസ് അതേപോലെ പ്രിലിംസ് 47.67 വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നവ, അതും സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് വന്ന അതായത് ഇതിൻ്റെ അകത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത്. ഈ ഒരു ചോദ്യം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, വൺ വേർഡിൽ ഒരെണ്ണം വന്നേക്കുന്നത് ആ ഒരു നിലവിലത്തെ ഒറ്റ പേജിൽ. ഓക്കെ, രണ്ടാമത്തെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കി ഒരൊറ്റ ചോദ്യങ്ങൾ പോലും എന്ത് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും ഓരോ പറഞ്ഞ ടോപ്പിക് കണ്ടോ, UNO അവിടെ വന്നു. താഴെ കൊടുക്കുന്ന പ്രസ്താവനകളാണ് ശരിയായത്, അതായത് ഷുഗർ ആർട്ട്, ഗ്രീൻ റിബൺ ക്ലബ്ബ്, എല്ലാത്തിൽ നിന്നും അതായത് ഓരോന്നിൽ നിന്നും അടുത്ത് നോക്കിയേ താഴെ പറയുന്ന ഏതു പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ടെന്നീസ് കോർട്ട് സത്യം, ഫ്രഞ്ച് വിപ്ലവം, ടൈരി ടീത്ത് കണ്ടോ, അതായത് ലോക വിപ്ലവങ്ങൾ, അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് കറക്റ്റായിട്ട് അവിടെ അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബില്ല്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തേണ്ട അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എന്താണ് 1 2 അപ്പോൾ മൊത്തം 3 4 5. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എടുക്കുക നോക്കുകയാണെങ്കിൽ 6 അതേപോലെ തന്നെ 7 8. ഓക്കെ, ഇനി 9 10 11 12 13 14 15. ഓക്കെ, ഏകദേശം ഒരു 10 15 20ഓളം ചോദ്യങ്ങൾ എന്തിൽ നിന്നും വന്നിട്ടുണ്ട്, ഈ പറയുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആ ചോദ്യങ്ങൾ എന്താണ് കാരണം മാക്സിമം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്താണ് ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു പ്രാവശ്യം പറഞ്ഞാണ് 326ഓളം ചോദ്യങ്ങളാണ് ക്യാൻസലേഷൻ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അത്രത്തോളം ചോദ്യങ്ങളും ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അതായത് അടുത്തത് ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ അകത്ത് 47.67 സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് വരുന്ന മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിക്ക് മുമ്പ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് പരീക്ഷ നടന്നത് 21/12/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി. മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ചൂടുള്ള വസ്തുക്കൾ ഡാഷ് കിരണങ്ങളുടെ രൂപത്തിൽ കുറച്ച് ചൂട് പുറപ്പെടുവിക്കുന്നു. ഇത് നൈറ്റ് വിഷൻ കണങ്ങളിൽ ഉപയോഗപ്പെടുന്നു. നല്ല അടിപൊളി ചോദ്യങ്ങളാണ് എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണോ ഒരു എന്താ പറയുക UPSC ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് അതേ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. വളരെ വ്യക്തമായി നമുക്ക് നോക്കിയേ ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ. കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ഈ പറയുന്ന മാർക്ക് വാങ്ങി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മളെ കാത്തിരിക്കുന്ന മെയിൻസ് എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ പോയി അന്ന് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ പോയി അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതിയായിട്ട് ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അകത്തില്ല. ഇതിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഇത് അടിക്കണം എന്നുള്ള മോഹവുമായി, അതായത് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് പഠിക്കാൻ തുടങ്ങിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതായത് പഠനം മാത്രമാണ് പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് പാസ്സാവും, പക്ഷെ പാസ്സായിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് വൻ കിടിലൻ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് മെയിൻസിന് വേണ്ടി. കാരണം ഏകദേശം 5 6 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ ചോദ്യങ്ങളും വളരെ ഗംഭീരമായിട്ട്, അതായത് SCERT NCERT ഡെപ്തിലേക്ക് വന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നന്നായിട്ട് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് പഠിച്ചാൽ കിടിലമായിട്ട്. പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ഒരു ക്ലാസ് കണ്ട് അടുത്ത ക്ലാസ് വേറെ എവിടെയെങ്കിലും പോയി കണ്ട് പിന്നെ വേറെ ഒരെണ്ണം കണ്ട് അങ്ങനെയൊന്നും ചാടി കളിച്ചുകൊണ്ടിരിക്കരുത്. ഫോക്കസ് യുവർ സ്റ്റഡി, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ടിരുന്ന് എന്ത് ചെയ്യുക, ആ ഒരു എക്സാമിനെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന എഫേർട്ട് ഇട്ട് കൊടുക്കുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി മെയിൻസിൽ നിലവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതെന്താണ് ഈ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കും. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ഇട്ടതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റ് 970 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റാണ് 1119 പേരെന്ന് പറയുന്നത്.
നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റാണ് 116. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ദ പ്രോബബ്ലി ലിസ്റ്റാണ് 2205. അങ്ങനെയാണ് ഈ പറയുന്ന 2205 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്ക് വരുന്നത്. കാരണം സ്റ്റേറ്റ് വൈഡ് ഉള്ള ഒരു എക്സാം ആണ്. ഇതിൻ്റെ അകത്ത് മാറ്റുരയ്ക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും KS സിവിൽ സർവീസ് പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, എക്സാമിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കുക. അതെന്ത് ചെയ്യുക, മാക്സിമം റിവിഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കോർ സബ്ജക്റ്റുകൾ വിടാതെ തന്നെ പിന്തുടർന്ന് അതിൻ്റെ അകത്ത് ഓരോ ദിവസവും നിങ്ങൾ എക്സാം ആണെങ്കിലും പഠനത്തിലാണെങ്കിലും അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഫുൾ ടോപ്പിക്സുകളും കവർ ചെയ്ത് പോവുക. എല്ലാ മാസവും നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. LDCക്കൊക്കെ വേണ്ടി ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പെയ്ഡ് കോഴ്സിൽ അതേപോലെ തന്നെ അല്ലാതെ ഒക്കെ നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ ആരും എന്ത് ചെയ്തില്ല, നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ കുറവുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്താണ്. എക്സാമിൻ്റെ സമയത്ത് ഹോളിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്, എനിക്ക് ഇംഗ്ലീഷിൽ ഇത്രയും കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അത് ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ മാത്സിൽ എനിക്ക് ഈ ഒരു പ്രോബ്ലം കിട്ടിയില്ലായിരുന്നു, പക്ഷെ ഞാനത് അന്നേരം ചോദിച്ചില്ല. അന്നേരം ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, സാർ എന്ത് വിചാരിക്കും എന്നുകൊണ്ട് ഞാനത് ചോദിച്ചില്ല. അവിടെയാണ് നിങ്ങളുടെ ആദ്യത്തെ പോരായ്മ, അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി നിങ്ങളെ എത്തിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്താണ്. ആ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ പഠിക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഞാൻ എന്തൊക്കെയായിരുന്നു ഇനി പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പറയുന്ന കഴിഞ്ഞ നിങ്ങളുടെ ഈ പറയുന്ന ഡിഗ്രി ലെവല് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ എന്താണ് ഡിഗ്രി ലെവല് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ഡിഗ്രി ലെവല് ഇതാണ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതാണ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ രണ്ടും നമ്മൾ എടുത്തതിന് ശേഷം നമുക്കറിയാം ഡിഗ്രിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നിലവിലുള്ള നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളതും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓരോ കാര്യങ്ങളും PSC പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം നമ്മൾ LDCക്ക് ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 100 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഈ 100 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തതിന് ശേഷം ആ പ്ലാനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 100 ദിവസത്തെ പ്ലാൻ, ആ 100 ദിവസത്തെ പ്ലാനിൻ്റെ അകത്ത് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ഓരോ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ വീക്കിലിയും, അതായത് എല്ലാ 7 ദിവസങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ എന്താണ് റേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓരോ മാസവും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു ഹോട്ട് ടോപ്പിക്സും ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാനും വച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2026 ലിസ്റ്റിൽ വരുമ്പോൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ 100 റാങ്കിൽ നിങ്ങളുണ്ടാവും. 100% ഗ്യാരണ്ടിയാണ്. മറ്റാരുടെയും സഹായം വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇത്രയും നാളും പല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കി, നിങ്ങളുടെ റേഞ്ച് ഇപ്പോൾ എവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഇത്രയും കാശും ഇത്രയും കാര്യങ്ങളും എല്ലാം ചെയ്ത് നിങ്ങൾ പഠിച്ച ആളുകളാണ്. നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് നിങ്ങൾ ഇത്രയും നാൾ കൊണ്ട് പഠിച്ചു, ഇനി എത്ര ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറ്റിക്കപ്പെടരുത്. ഓക്കെ, എപ്പോഴും വാഗ്ദാനങ്ങളുടെ മുന്നിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, പോയി നിന്ന് അവസാനം എന്ത് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില ഉദ്യോഗാർത്ഥികളൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്, സാറ് ജോയിൻ ചെയ്യുന്നവരെയും എപ്പോഴും വിളിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ചു, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഡൗട്ട് ചോദിച്ചാൽ പോലും സാറേ എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പോലും ഉള്ള ഒരു മനസ്സ് പോലും ഇല്ല. എത്രയോ മെസ്സേജസ് അയച്ചു, പക്ഷെ ഇന്ന് വരെ അതിനൊരു റിപ്ലൈ പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും. കാരണം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അതെന്തുവാട്ടെ, അതൊന്നും നമ്മുടെ ഇതല്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മെസ്സേജിന് പോലും റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു മെസ്സേജ് പോലും അയച്ചിട്ട് അതിന് റിപ്ലൈയോ അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് അത് എന്താണോ നിങ്ങൾ ചോദിച്ചത് അതിന് വ്യക്തമായിട്ടൊരു ആൻസർ
അപ്പോൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ് ഇനിയും. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. ബാച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സ് നമ്മൾ തന്നെ റെഡിയാക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് SCERT NCERT അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കണം മുന്നോട്ടേക്ക് പോകേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൺക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ വീക്കിലും ഒരെണ്ണമെങ്കിലും മെയിൻസിൻ്റെ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു LD ബാച്ചോ അല്ലെങ്കിൽ ഒരു LGS ബാച്ചോ തുടങ്ങുന്ന പോലെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബാച്ചല്ല ഡിഗ്രി ലെവൽ ബാച്ച് എന്ന് പറയുമ്പോൾ. കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഞാനതിൽ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അത് ക്ലാസ് തരുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും എനിക്കതിൽ കിട്ടണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഈ പറയുന്ന നോട്ട്സ് ആണെങ്കിലും അതേപോലെ ക്ലാസ് ആണെങ്കിലും അതിൽ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാനിത് ഒറ്റ പേയ്മെൻറ്റ് പോലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് തരാറുണ്ട്, എല്ലാ ദിവസവും PDF നോട്ട് തരാറുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബോർഡ് ഇടാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് തീരെ വയ്യ, പനിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പം തന്നെ ബ്രീത്തിങ് ഒന്നും ഓക്കെ അല്ല, സംസാരിക്കുമ്പോൾ ഭയങ്കര ചുമയുണ്ട്. എന്നിരുന്നാലും ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ബ്രേക്ക് വരരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, പിന്നെ ആ ഒരു ഫ്ലോ വിട്ട് നിങ്ങൾ മറ്റൊരെന്തെങ്കിലും സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഞാനൊരു ബാച്ച് തുടങ്ങണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു 100 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്ന് അതിൻ്റെ ക്ലാസ് SCERT NCERT അതേപോലെ തന്നെ ബാക്കി നോട്ട്സ് എല്ലാം ഉൾപ്പെടെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഏകദേശം നമ്മൾ ഒരു വീഡിയോ അത്ര എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം നിങ്ങളൊരു ആളുകളെങ്കിലും അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ചെയ്യുന്നതിൽ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ അത് എല്ലാവരും കാണും, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എന്തായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് ടോപ്പിക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. ഒരു 100 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇട്ട് തരാം. ക്ലാസ്സിൻ്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോൾ ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ ഈ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്കൊരു 100 ദിവസത്തേക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താമെന്നുള്ളതും മാക്സിമം പറ്റാവുന്ന ക്ലാസ്സുകളും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചെയ്ത് തരാനായിട്ട് നോക്കാം. അപ്പോൾ മൊത്തമായിട്ട് വീഡിയോ ഇത് കണ്ട ഉദ്യോഗാർത്ഥിക്ക് ഇതെന്താണ് ഏറ്റവും അവസാനം പറഞ്ഞതെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഡിഗ്രി എന്ന് പറയുന്ന എക്സാം അത്ര ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. വേണ്ടത് എന്താണെന്ന് മാത്രം അറിഞ്ഞ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം, അതായത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇത്രയും കിടിലം ജോലി നിങ്ങൾക്ക് 10-50,000 രൂപയുടെ താഴെ വരുന്ന ഒരു സാലറി സ്കെയിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയാണ്, നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ കൊടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. കാരണം ആ സാലറി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ആ എഫേർട്ടൊക്കെ അതിൻ്റെ അകത്തങ്ങ് മാഞ്ഞോളും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.